സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2017 സമയങ്ങളിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സിൻ്റെ ID ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അവരിപ്പോൾ ഗെയിം കളിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവരിപ്പോൾ ടോപ്പപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടോ, അവരുടെ അക്കൗണ്ടൊക്കെ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ പണ്ടത്തെ, അതായത് 2017 പുള്ളി ഇട്ട ലൈവിൻ്റെ വീഡിയോസാണ്. ലൈവിൽ നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് നമ്മൾ കാണുന്ന പണ്ടത്തെ പ്ലെയേഴ്സിനെയൊക്കെ നമ്മളിപ്പോഴും കളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ വീഡിയോ നോക്കുവാണെങ്കിൽ ഗ്യാൻ ഗെയിമിങ്, ഇവിടെ നമ്മുടെ ഗ്യാൻ ബായ് ഒരു എനിമീനെ മേളിൽ കണ്ടിട്ട് അവനെ അടിക്കാൻ വേണ്ടി മേളിലോട്ട് കയറുന്ന വഴിക്ക് നമ്മുടെ ഗ്യാൻ ബായിനെ ആ എനിമി അടിച്ച് നോക്കിയിടുകയാണ്. പെട്ടെന്ന് തന്നെ ഗ്യാൻ ബായിനെ കില്ല് വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു ഇന്ദ്രദീപ് എന്ന് പറയുന്ന പ്ലെയറിനാണ് വന്നേക്കുന്നത്. നമുക്ക് ആ പ്ലെയറിൻ്റെ UID ഒന്ന് പെട്ടെന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഗെയിമിൽ നമ്മൾ ആ UID ഒന്ന് അടിച്ച് നോക്കാൻ പോവാണ്. ഇപ്പോഴും ആ പ്ലെയർ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ കോപ്പി ചെയ്ത UID നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ആ പ്ലെയർ ഇപ്പോൾ 30 ദിവസം മുന്നേ കളി നിർത്തിയതായിട്ട് നമുക്ക് കാണാം. ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ലൈറ്റിൻ്റെ ഒക്കെ സമയത്ത് കളിക്കണ പ്ലെയറാണ്. കാരണം ബാഡ്ജ് നമുക്ക് കാണാം. നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈറ്റിൻ്റെ സമയത്തും സെക്കൻഡ് ലൈറ്റിൻ്റെ സമയത്തും നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. പിന്നെ BR കരിയർ നോക്കുകയാണെങ്കിൽ ഏകദേശം 1000-ന് മുകളിൽ മാച്ച് കളിച്ചിട്ടുണ്ട്. 48 ലെവൽ ആ സമയത്തുണ്ട്. എന്തായാലും അടിപൊളി അക്കൗണ്ടാണ്. നമുക്കെന്തായാലും നേരെ അടുത്ത അക്കൗണ്ടിലേക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഇന്ദ്രദീപ് എന്ന് പറയുന്ന ഈ അക്കൗണ്ട് നോക്കി. ഇപ്പോൾ ഈ പ്ലെയർ ഒരു എനിമീനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാൻ ബായ് സ്പെക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്യാൻ ബായ് സ്പെക്ക് മാറ്റും. അപ്പോൾ നമുക്ക് ഒരു പ്ലെയറിനെ കാണാം. മസ്താദാനി എന്ന് പറയുന്ന, മസ്താത്മി എന്നാണ് ആ പ്ലെയറിൻ്റെ പേര്. ഓക്കെ, സ്പെക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലെയറിൻ്റെ IDയും കൂടി നോക്കാം. ആ സമയത്ത് ഹീറോയ്ക്കൊക്കെ അടിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. എന്തായാലും റെയർ അക്കൗണ്ട് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ID ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ ID കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ സെർച്ച് ചെയ്ത് നോക്കാം. ഈ പ്ലെയറും ഇപ്പോൾ കളി നിർത്തിയോ, കളി എങ്ങനെയുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുവാണെങ്കിൽ 30 ദിവസം മുന്നേ ആക്റ്റീവാണ്. ആദ്യത്തെ സീസണിൻ്റെ ഹീറോയ്ക്കിൻ്റെ ബാനറൊക്കെയാണ് ഇട്ടേക്കണത്. നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 5 എലൈറ്റ്, അതായത് 4ാമത്തെ എലൈറ്റ് വരെ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. ഏകദേശം 4 എലൈറ്റ്, 6000-ന് ലൈക്ക് കൊണ്ട് 45 ലെവല്. ഓവർവ്യൂ നോക്കുവാണെങ്കിൽ BR ഒന്നും കളിക്കണില്ല. BR കരിയർ നമുക്ക് നോക്കാം. കരിയർ നോക്കുവാണെങ്കിൽ ഏകദേശം ഈ പ്ലെയറും ഒരു 1000-ന് മുകളിൽ മാച്ച് കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ കളിക്കുന്ന പ്ലെയർ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും അക്കൗണ്ട് ചിലപ്പോൾ ഗെയിമൊക്കെ നിർത്തി, എന്തായാലും പഠിക്കണതിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും ഗെയിമൊക്കെ നിർത്തിപ്പോയത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ കളി നിർത്തിയത് കൊണ്ട് പോട്ടെ. നമുക്ക് എന്തായാലും അടുത്ത പ്ലെയറിനെ നോക്കാം. അങ്ങനെ നമ്മൾ അടുത്ത പ്ലെയറിനെ നോക്കുമ്പോൾ നമ്മുടെ മസ്താത്മി ഒരു പ്ലെയറിനെ അടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പുള്ളി നോക്കാവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പുള്ളിയുടെ ടീംമേറ്റ് വണ്ടിയായിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മസ്താത്മി എന്തായാലും ഇപ്പോൾ ചാവും. നമ്മുടെ ടീംമേറ്റിനെ നമുക്കിപ്പോൾ കാണാം. നോക്കുമ്പോൾ അങ്കിത്ത് എന്ന് പറയുന്ന ഒരു പ്ലെയറാണ്. പുള്ളി വണ്ടി ഓടിച്ച് കളിക്കും നമ്മുടെ ഹാങ്ങറിൽ. എന്തായാലും നമുക്ക് പുള്ളിയുടെ ID ഒന്ന് നോക്കാം. ഈ പുള്ളി ഇപ്പോഴും ഗെയിം കളിക്കുന്നുണ്ടോ, അതായത് ഗെയിം നിർത്തിപ്പോയെന്നൊക്കെ നോക്കുക. നമ്മളിപ്പോൾ നോക്കി എല്ലാവരും ഗെയിം നിർത്തിപ്പോയി. എന്തായാലും നമുക്ക് പെട്ടെന്ന് പുള്ളിയുടെ ID അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ID കോപ്പി ചെയ്ത ID നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ID പേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 30 days ago ഈ പുള്ളിയും കളി നിർത്തി പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞിടെ വരെ കളിച്ച പ്ലെയറാണ്. കാരണം ബുയാപ്പാസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ കാണാം. അറൈവൽ ആനിമേഷനൊക്കെ ഉണ്ട്. അത്യാവശ്യം 4th എലൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ പ്ലെയർ. ഒത്തിരി എലൈറ്റ്, പണ്ടത്തെ ഒത്തിരി എലൈറ്റ്, 7th എലൈറ്റ്, B2K എലൈറ്റ്, 8th എലൈറ്റ് ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ലപോലെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. എന്തായാലും കളി നിർത്തി. ഓവർവ്യൂ നോക്കുവാണെങ്കിൽ നമ്മുടെ BR കരിയറിൽ 10,000 സ്ക്വാഡ് മാച്ച് കളിച്ചിട്ടുണ്ട്. ഏകദേശം 10-15,000 മാച്ച് പുള്ളി കളിച്ചിട്ടുണ്ട്. നല്ലപോലെ കളിക്കുന്ന പ്ലെയറാണ്. അത് പുള്ളിയുടെ ബാഡ്ജ് കാണുമ്പോൾ തന്നെ അറിയാം. ബുയാ പാസ് അങ്ങനെ പൊതുവെ പുള്ളി എടുത്തിട്ടില്ല, പക്ഷേ എലൈറ്റ് പാസ് എല്ലാം മിക്കതും പുള്ളി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 4 ഒഴിച്ച് 4ാമത്തെ എടുത്തിട്ടുണ്ട്. 3 ഒഴിച്ച് ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാം പുള്ളി എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത പ്ലെയറിലോട്ട് പോവാം. നമ്മൾ അടുത്ത പ്ലെയറിനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാൻ ബായ് മേളിൽ നിന്ന് ഒരു താഴത്ത് നിന്ന് മേളിലോട്ട് വന്നിട്ട് എനിമീനെ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു. അങ്ങനെ പുള്ളി അറിയാണ്ട് എടുത്ത് ചാടി കഴിഞ്ഞിട്ട് പുള്ളി മേളിൽ കയറി അടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ പ്ലെയർ നമ്മുടെ ഗ്യാൻ ബായിനെ അടിച്ച് ഇടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുള്ളീനെ കില്ല് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്യാൻ ബായിനെ കില്ല് ഫിനിഷ് ചെയ്തു.
അപ്പോൾ നമുക്കൊരു പ്ലെയറിനെ ഇത് സ്പെക്കായി വന്നിട്ടുണ്ട്. നിമിത്തം എന്നാണ് പേര്. നമുക്കെന്തായാലും പെട്ടെന്ന് ID ഇതാക്കാം. ഓക്കെ, നമ്മൾ ഗെയിമിൽ വന്നിട്ട് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ID ഒക്കെ ഒന്ന് അടിച്ച് നോക്കിയിട്ട് പുള്ളി ഇപ്പോൾ കളി നിർത്തിയോ കളി നിർത്തിയില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ID കോപ്പി ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ കളി നിർത്തിയിട്ടുണ്ട്. 30 ദിവസം മുന്നേ ആണ് കാണിക്കുന്നത്. എന്തായാലും കളി നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പുള്ളി ഒരു 5-6 സീസൺ പാസ്, അതായത് എലൈറ്റ് പാസ് 5-6 സീസൺ കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല അക്കൗണ്ട് തന്നെയാണ്. 163 ലൈക്ക്. ഓക്കെ, BR കരിയർ നോക്കുവാണെങ്കിൽ ഏകദേശം നല്ലപോലെ മാച്ച് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. പക്ഷേ പുള്ളി എന്തോ കളി നിർത്തി. എന്തായാലും നമ്മളിപ്പോൾ നോക്കിയ എല്ലാവരും കളി നിർത്തിയേക്കുവാണ്. നമുക്ക് അടുത്ത പ്ലെയറെങ്കിലും കളി നിർത്തിയില്ലെന്ന് വിചാരിച്ച് നമുക്ക് അടുത്ത പ്ലെയറിനെ നോക്കാം. അടുത്ത പ്ലെയറിനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാൻബായ് ഒരു ഹാങ്ങറിൽ നിന്ന് ഓടി വന്ന വഴി ഗ്യാൻബായിനെ അടിച്ച് നോക്കിയിട്ട് സോണിലായതുകൊണ്ട് ഗ്യാൻബായ് പെട്ടെന്ന് ഫിനിഷ് ആവും. അപ്പോൾ ഫിനിഷ് ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാൻബായുടെ ടീമേറ്റിനെ നമുക്ക് നോക്കാം. നമ്മുടെ ഗ്യാൻബായ് സോണിൽ വെച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിനെ നോക്കാം. ടീമേറ്റിൻ്റെ പേര് ഇൻഡ് ആർമി എന്നാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിൻ്റെ ID നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടീമേറ്റിൻ്റെ ID. നമ്മൾ പെട്ടെന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ID ഒന്ന് അടിച്ച് നോക്കാം. ഇപ്പോഴും ആ പ്ലെയർ ആക്റ്റീവ് ആണോ അതോ അക്കൗണ്ട് നിർത്തിപ്പോയോ, ഗെയിം നിർത്തിപ്പോയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ ഒരു വിശ്വാസം വെച്ച് നമ്മൾ നോക്കി എല്ലാവരും ഗെയിം നിർത്തിപ്പോയിട്ടുണ്ട്. ഈ പുള്ളിയും ചിലപ്പോൾ ഗെയിം നിർത്തിപ്പോയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും UID പെട്ടെന്നൊന്ന് അടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ UID അടിച്ച് നോക്കിയപ്പോൾ ഈ പുള്ളി ഇപ്പോഴും ആക്റ്റീവാണ്. അതായത് ഇപ്പോഴും കളിക്കുന്നുണ്ട്. 3 മണിക്കൂർ മുന്നേ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ ലിസ്റ്റ് ഫുള്ളാണ്, ഫ്രണ്ട് ലിസ്റ്റ്. ഓക്കെ, നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഫിഫ്ത്ത് ലൈറ്റിൻ്റെ ഷർട്ട് നമുക്ക് കാണാം. പുള്ളി എന്തായാലും നല്ല ഓൾഡ് പ്ലെയറാണ്. 7 ഇയർ ഓൾഡ് ബാഡ്ജൊക്കെ നമുക്ക് കാണാം. 92,000 ലൈക്ക്. നമ്മുടെ ഫസ്റ്റ് UMP ടോപ്പ് അപ്പ് വേണ്ടി വന്ന ഫസ്റ്റ് UMP എടുത്തിട്ടുണ്ട്. ബാഡ്ജസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ 4 എലൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലൈറ്റ് പാസും പുള്ളി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ എലൈറ്റ് പാസും പിന്നെ ആ ലാസ്റ്റ് തീരാറായ സമയത്തുണ്ടായിരുന്ന എലൈറ്റ് പാസ് കുറച്ച് എടുത്തിട്ടില്ല. ബൂയാ പാസ് നോക്കുവാണെങ്കിൽ ഒരെണ്ണം പോലും പുള്ളി എടുത്തിട്ടില്ല. 92,000 ലൈക്കും നല്ല കളക്ഷനൊക്കെ ഉണ്ട്. 86 ലെവലൊക്കെയുള്ള കിടിലൻ അക്കൗണ്ടാണ് പുള്ളിയുടെ. ഓക്കെ, നമുക്ക് പുള്ളിയുടെ ഗിൽഡ് നോക്കുവാണെങ്കിൽ പുള്ളി തന്നെയാണ് പുള്ളിയുടെ ഗിൽഡിൻ്റെ ലീഡർ. നൈസ്, പുള്ളിയുടെ ഗിൽഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഐഡിയ ആണ്. BR കരിയർ നോക്കുവാണെങ്കിൽ ഏകദേശം 10-50,000 മാച്ച് കളിച്ചിട്ടുണ്ട്. കിടിലൻ അക്കൗണ്ട്. ഓക്കെ, പുള്ളിയുടെ ഗാലറി ഹീറോയ്ക്ക് അടിച്ചിട്ട് നോക്കുവാണെങ്കിൽ CS റാങ്കിൽ ഒരുമാതിരിപ്പെട്ട സീസണിലൊക്കെ മാസ്റ്റർ അടിച്ചിട്ടുണ്ട്. BR റാങ്കിൽ ഈ അടുപ്പിച്ചുള്ള എല്ലാ സീസണിലും മാസ്റ്റർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളിക്കണ പ്ലെയർ. ഈ സീസണിൽ മാസ്റ്റർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളിക്കണ പ്ലെയറും ആക്റ്റീവായിട്ടുള്ളൊരു പ്ലെയറാണ്. നമ്മൾ കുറേ സെർച്ചിന് ശേഷം നമ്മൾ കണ്ടൊരു ആക്റ്റീവായിട്ടുള്ള പ്ലെയറാണ്. എന്തായാലും നമുക്ക് കൊള്ളാം. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ആളുടെ ID കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ഗ്യാൻബായ്, അതായത് നമ്മുടെ അവസാനത്തെ ID ആണിത്. അവസാനത്തെ ID ഇത്തിരി സ്പെഷ്യലാണ്. ഓക്കെ, നമ്മൾ ഗ്യാൻബായ് ഇവിടെ ഒരു എനിമി വന്നെ കണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വണ്ടിയിൽ എനിമി പോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ പോണ എനിമീനെ നമ്മുടെ ഗ്യാൻബായ് ഇപ്പോൾ അടിച്ചിടും. ഓക്കെ, നമ്മുടെ ഗ്യാൻബായ് നമ്മുടെ വണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. വണ്ടി പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ ഗ്യാൻബായിനെ പുറകിൽ നിന്നൊരു എനിമി നോക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാൻബായിനെ അവർ കില്ല് ഫിനിഷാക്കും. കില്ല് ഫിനിഷാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ എനിമിനെ നമുക്ക് സ്പെക്ക് ചെയ്യാം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ എനിമി നമ്മുടെ ഗ്യാൻബായിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ആ പുള്ളിയുടെ ID നമുക്ക് കോപ്പി ചെയ്യാം. അങ്ങനെ നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ കോപ്പി ചെയ്ത ID ഒന്ന് അടിച്ച് നോക്കാം. നമ്മുടെ ലാസ്റ്റത്തെ പ്ലെയറാണ്. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ പ്ലെയറാണ്. ഈ പുള്ളി കളി നിർത്തിയോ കളിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലെയറിൻ്റെ ID നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. നോക്കുവാണെങ്കിൽ ഈ പുള്ളിയും കളി നിർത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. ABCD ASB 1 2 3 4 5 6 എന്നാണ് പേര്. ഫസ്റ്റ് കളിക്കുന്ന സമയത്ത് മാത്രമേ കളിച്ചത്. അപ്പോൾ തന്നെ 40 ലെവൽ അടിച്ചിട്ടുണ്ട് ഈ പ്ലെയർ. ഇപ്പോൾ കളിക്കണില്ല. ഫസ്റ്റ് കളിക്കുന്ന സമയത്ത് സക്കൂറ ബാച്ച് 1500 ലൈക്കുണ്ട്. BR കരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ 1000-ന് മുകളിൽ മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട് ഈ പ്ലെയർ. ഓക്കെ, എന്തായാലും ഈ പ്ലെയർ കളി നിർത്തിയത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് പറയേണ്ട കാര്യമില്ല. ഈ പ്ലെയർ നിൽക്കണ ഗിൽഡ് പ്ലെയറിൻ്റെ തന്നെ ഗിൽഡാണ്. പിന്നെ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ ഇനിയും പണ്ടത്തെ യൂട്യൂബേഴ്സിൻ്റെ ലൈവൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാം.
പിന്നെ ഒത്തിരി സമയം പോകും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് നമ്മൾ ആദ്യം നോക്കിയ ലൈവിലൊന്നും ID കാണിക്കണില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ID ഒക്കെ കണ്ടുപിടിച്ചത്. പിന്നെ എന്തായാലും നമ്മൾ ഗീവ് അവേ അടുത്ത ശനിയാഴ്ച, ഇനി വരാൻ പോകുന്ന ശനിയാഴ്ച നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അതൊരു വീക്ക്ലി മെമ്പർഷിപ്പാണ് ഇനിയും നമ്മൾ ഗീവ് അവേ കൊടുക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ കിട്ടാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കുക. നമുക്ക് എന്തായാലും ഗീവ് അവേ ഒക്കെ വെക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം.